മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൻ മച്ചകങ്ങൾ. തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ സങ്കടം ഈ വിധം എന്തിനു തന്നത് സാമ്പ സദാശിവനെ എന്ന് ചോദിക്കുമ്പോൾ കോമിക്കായിട്ടാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരു ഭക്തിഗാനത്തിന്റെ ലെവലിൽ നിൽക്കുക. അപ്പൊ ആദ്യം വന്ന ഐഡിയ ആണ് ശിവശംഭു. അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഗിരീഷ് നമുക്ക് ശിവശംഭു വെച്ച് പിടിക്കാം. കരളയിൽ നിന്ന് കൈ പിടിച്ചാൽ എന്തായാലും സാർ പാടി കേട്ടില്ല. ഇപ്പൊ എല്ലാ പാട്ടും പാടി. അങ്ങനെയല്ല സാറേ, ആ ഹമ്മിങ് വേണം സാറേ, ഹമ്മിങ്. Once I start singing high, my bass voice will go away. I can sing high. അതോടെ ശ്രുതി ഇവിടെ താഴെ ആ ബേസ് പോവും. കരുണാമയനെ കാവിൽ വിളക്ക് കനിവിൻ നാളമേ ആശ്വരരാഗം ഞങ്ങളെ അങ്ങിൽ ചേർക്കാൻ പറഞ്ഞു. നിങ്ങൾ നന്നോളം അറിയാം. അപ്പൊ എപ്പോ വേണം പാട്ട്? ഞാൻ ചോദിച്ചു. എനിക്ക് നാളേക്ക് വേണം. നാളെ വേണം. നാളെ എങ്ങനെ ചെയ്യാം? വിദ്യാസാഗർ സാർ കൊടുത്ത ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്രയോ ജന്മമായെന്നാണ്. എത്രയോ ജന്മമായി ആദ്യം ആ ട്യൂൺ കമ്പോസ് ചെയ്തത് സിബി സാറിന്റെ ഒരു തമിഴ് പടത്തിന് വേണ്ടിയാണ്. ഏത് ജോണറിൽ പോയാലും സാറിനെ ഇട്ട് കഴിഞ്ഞാൽ 4 കാലിലേ വീഴുള്ളൂ. ഏത് ജോണർ കൈകാര്യം ചെയ്താൽ എല്ലാത്തിലും ഒരു മെലഡി ഉണ്ടാവും. യു കാൻ ഡു വിത്തൗട്ട് മെലഡി. ഫസ്റ്റ് പോയിന്റ്. അത് ഏത് പാട്ട്, ഐ മീൻ വാട്ട് എവർ സോങ് ഇറ്റ് ഇസ്. സാറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഏതോ ഒരു ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ കീപ് ചേഞ്ചിങ്. ഇപ്പൊ മാരിവില്ലിന്റെ സോങ്സ് ആണെങ്കിലും ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടാണ് എല്ലാവരുടെയും ഫേവററ്റ്. അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത പാട്ടാണ് ഫേവററ്റ്. ആരാരും കാണാതെ ആരോമൽ ടൈം പിന്നെയും പൂവിടും. ഇത് ഞങ്ങളുടെ പാട്ടാണ്. ഞങ്ങൾ വിചാരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട്. മാർലി മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥം ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഗിരീഷേട്ടൻ ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ട് സാറിന്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ സാർ ഒരു 5 പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും? ഓൾ സോങ്സ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. ഈ പാട്ടാണ് ആ പാട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ. എൻ്റെ ഫസ്റ്റ് സോങ് എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ ഈ ഭാഗ്യമായിട്ട് വാങ്ങിയാണ് സാർ. ഇത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിദ്യാസാഗർ സാറുണ്ട്. ഷർമിൻ സിയാദ് കോക്കർ സാറിന്റെ മകളാണ്. കോക്കേഴ്സ് ഫിലിംസിന്റെ ആളാണ്. ഹായ്, നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ ഞാനൊരു ഹഗ് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരു ഹഗ് കൂടെ തരണം. ഞാനത് ഏറ്റുവാങ്ങുന്നത്. സാർ, ഇപ്പോൾ മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മച്ചകങ്ങൾ, മോടി കൂട്ടാൻ മേടസൂര്യൻ, കാവലാകാൻ നീലരാവും ഗിരീഷേട്ടൻ്റെ വരികളാണ്. ഗിരീഷേട്ടൻ പിന്നെയും പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു സിനിമാ പേരിൻ്റെ രൂപത്തിലാണ് ഗിരീഷേട്ടൻ വരുന്നത്. നമുക്കൊരു പക്ഷേ ഗിരീഷേട്ടന് വേണ്ടി ആ പാട്ട് പാടി തുടങ്ങാം സാറേ. ഗോപുരങ്ങൾ വെണ്ണിലാവാൻ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലായി നീലരാത്രി. അടിപൊളി. മാരിവില്ലിൻ ഗോപുരങ്ങൾ ഒരു കളർ സിനിമയായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഒരു കളർ പടം ചെയ്യാൻ ഭയങ്കര രസമുള്ള മെലഡിയുടെ കളർ ചേർത്ത് എല്ലാത്തരം പാട്ടുകളും ചെയ്യുന്ന ഒരാളെ കിട്ടി. നമുക്ക് അഭിമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കോക്കേഴ്സ് ഫിലിംസിന്റെ ഒരുപാട് സിനിമകൾ സാർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പാട്ടുകളെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു നമുക്ക് പറയാം. സാറിന്റെ ഒരു കമ്പോസിങ് സെഷൻ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ്സ് ആണ് അതെല്ലാം. സോ ബേസിക്കലി ഞാൻ വളരെ ചെറുപ്പം മുതൽ, അതായത് ഞാൻ സ്കൂളിൽ പോകുന്ന കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫാദറും സാറും സിബി സാറും ഒക്കെ ഇരുന്നിട്ടുള്ള കമ്പോസിങ് സെഷൻസ്. അപ്പോൾ അത് ശരിക്കും ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ടീമിലേക്ക് സാറിനെ കൊണ്ടുവന്ന ആ ഒരു സെഷൻ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത പാട്ടുകളാണ് എല്ലാം. ഇതിലിപ്പോൾ 5 സോങ്സ് ഉണ്ട്. ഇതിൻ്റെ ഓരോ സോങ്ങിനും ഓരോ പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും എന്താണോ നമ്മൾ മനസ്സിലുണ്ടാക്കി കണ്ടത് ആ ക്യാരക്ടേഴ്സിനെ പറ്റി, അത് സാറ് മാജിക്കലി ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിലൂടെ.
പടം റിലീസായി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും. സർ, ഇപ്പോൾ ഹരിഹരൻ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഹരിഹരൻ സാർ ആദ്യം മുതൽ തന്നെ, അതായത് അഴകി രാവണൻ മുതൽ ഓ ദിൽരുബ മുതൽ പാടി തുടങ്ങിയതാണ്. ആ കാലം മുതൽ ഇന്ന് വരെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് പടത്തിലും സാറിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു രസം, ഹരിഹരൻ സാർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ പടത്തെ എത്രമാത്രം ലിഫ്റ്റ് ചെയ്യും? പടത്തിന് എത്രത്തോളം ലിഫ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ല, പക്ഷെ പാട്ടിന് ലിഫ്റ്റ് ചെയ്യും. ഈണം ഓർക്കുമ്പോൾ ഈ പാട്ട് ആറ് പാടിയ ബെസ്റ്റായിട്ട് വരും. ആറുடைய വോയിസ് ഈ പാട്ടിന് ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ ചെയ്യും. ഈ പാട്ടിനെ ഏറ്റുവാങ്ങി ദേ കൻ ബെസ്റ്റ് റീപ്രൊഡക്ഷൻ തരുന്ന, അതാണ് ദി ബേസിക് കോൺസെപ്റ്റ് വോയിസ് സെലക്ഷനിൽ. അപ്പൊ ഈ പടത്തിലെ മറ്റു പാട്ടുകൾ നിങ്ങൾ എല്ലാ പാട്ടും കേട്ടിട്ടുണ്ടോ? ഞാൻ ഓടിച്ചു കേട്ടു. 3 പാട്ടുകൾ. അപ്പോൾ there are 4 songs. ഒന്ന് ഹരിശങ്കർ പാടി, ഹരിശങ്കർ ശ്വേതാവും പാടിയത്, ഒന്ന് കാർത്തിക് പാടിയത്, കാർത്തിക്കും മൃദുല அவங்க പാടിയത് ഒരു ഡുവറ്റ്. പിന്നെ മറ്റേ പാട്ട് അത് ഒരു ചിൽഡ്രൻസ് സോങ് ആണ്. അത് റിലീസായിട്ട് അത് വിഷ്വലായിട്ട് കാണേണ്ട ഒരു പാട്ടാണ്. മോർ ദെൻ ആസ് എ സോങ് അത് വിഷ്വലായിട്ട് കാണേണ്ട ഒരു പാട്ടാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്ത് തീർക്കുമ്പോൾ എനിക്ക് ആരുடைய വോയിസ് ഇതിൽ സൂട്ടാവുമെന്ന് എനിക്ക് ഹരിഹരന് സ്യൂട്ടായി പെട്ടത്. പിന്നെ ഐ തോട്ട് ഹി ജസ്റ്റിഫൈഡ് മൈ ചോയ്സ്. മനം മനം തൊടും സാർ ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പ്ലേ ആവും. മനം മനം തൊടും മധുര വേളയിതാ മരമായി സുഖം തരും തര തരരിരാരരിരാനനേ തരിതാരിരാരിരാരേ തരിരാനിനാനിനാനന ഇതാ പുതിയ ഋതുവായി മനം മനം തൊടും മധുര വേളയിതാ സർ, സമ്മറിൻ ബത്ലഹേം എന്നാണ് നമ്മൾ ഈ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന പേരെടുത്തേക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടോ കോക്കസ് ഫിലിംസ്? ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ അതിനകത്ത് ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു സാറേ. അതായത് നമ്മൾ ഒരിക്കലും മറക്കാത്ത, ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറയുന്നത്, ഇപ്പോൾ സമ്മറിൻ ബത്ലഹേമിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ തീർക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പാടുമ്പോൾ തന്നെ അതിൽ രസം എന്താണെന്ന് വെച്ചാൽ രാരവേണു ഗോപാബാല എന്നുള്ള പാട്ട് സാർ കമ്പോസ് ചെയ്യുമ്പോൾ അതൊരു ഭക്തിഗാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഭയങ്കര കോമിക്കായിട്ടാണ് ചെയ്തത്. ദിലീപേട്ടന് വേണ്ടി ചെയ്തതാണ്. അതേമാതിരിയാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ അതായത് തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ സങ്കടം ഈ വിധം എന്തിനു തന്നത് സാമ്പ സദാശിവനെ എന്ന് ചോദിക്കുമ്പോൾ കോമിക്കായിട്ടാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഭക്തിഗാനത്തിൻ്റെ ലെവലിൽ നിൽക്കുക. ഇത് രണ്ടും ഇത് മിക്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇതെങ്ങനെയാണ് കൺസീവ് ചെയ്തത് സാറിൻ്റെ തലയ്ക്കുള്ളിൽ? ഇതെങ്ങനെയാണ് വന്നത്? ഇതെങ്ങനെ ചെയ്യാം? അല്ല, இப்போ ராரா வேணு கோபாபாலன்னுவது இப்போ ராரா அப்படின்னு അത് ഒരു വിളിയാണ്. ഗോപാലിന് വരുന്ന് പറയുന്നതാണ്. അതാണ് ദി ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദാറ്റ്. രാര വേണു ഗോപാബാല രാജിത സദ്ഗുണ ഗുണശീല. എന്നിട്ട് അപ്പോൾ അതിനെ ആ സിറ്റുവേഷനിൽ പൊരുത്തി കാണുമ്പോൾ നമുക്ക് ഐ തോട്ട് ഒരു നല്ല വെസ്റ്റേൺ ഇത് മൂലം ആ പാട്ട് കേട്ടാൽ അത് ഒരു ഹ്യൂമർ, ടു ജനറേറ്റ് ഹ്യൂമർ ബേസിക്കലി. അപ്പോൾ അത് ദിലീപല്ലേ ചെയ്തത്. അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഈ കൺഫ്യൂഷൻ വരുമ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് വേറെ പാട്ടാണ് ആ സിറ്റുവേഷന് വേണ്ടി. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാന സ്റ്റേജിലാണ് ഈ സോങ് ഷൂട്ട് ചെയ്യുന്നത്. സിബി സാർ വിളിച്ചിട്ട് വിജയജി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ദ ഹോൾ ടീം അവിടെ ഉണ്ട്. ഇപ്പോൾ ആ ഷൂട്ടിംഗ് നടന്നത് ഊട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ദ ഹോൾ ടീം, അപ്പോൾ ജയറാമുണ്ട് അതിൽ, പിന്നെ സുരേഷ് ഗോപി, മഞ്ജു, എവ്രി വൺ ആർ ദർ ലിവിങ് ലൈക്ക് ഫാമിലി. അങ്ങനെ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ പാട്ടും അറിയാം, എല്ലാവർക്കും പാട്ടുണ്ട്. ഈ ഒറ്റ പാട്ട് അവർ ഫീൽ ചെയ്യുന്നത് ഇത്തിരി കുറച്ച് കൂടി ഉസിരോട് നമുക്ക് വേറെ പാട്ട് ഏതെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ വേറെ ഒരു പടത്തിൽ തിരക്കിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു ചെയ്യാം നമുക്ക്, ബട്ട് ഐ ക്യാൻ ഗിവ് യു ആഫ്റ്റർ 1 വീക്ക്. അപ്പം അയ്യോ 1 വീക്കല്ല, പിന്നെ ഇത് ഷൂട്ടിംഗ്
കഴിഞ്ഞു, ഈ ഒറ്റ പാട്ടുക്കാണ് വെയിറ്റിംഗ്. അപ്പോൾ എപ്പോൾ വേണം പാട്ട് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു എനിക്ക് നാളേക്ക് വേണം. നാളെ വേണം. നാളെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ എൻ്റെ ബട്ട് ഇറ്റ് വാസ് എൻ അർജൻറ്റ് തിങ്. അപ്പോൾ സിയാജി കൂടെ വിളിച്ചിട്ട് വിജയജി എങ്ങനെയെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ദ യൂണിറ്റ് അവിടെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീണ്ടും എല്ലാവരെയും അവിടെ വരുത്തണമെങ്കിൽ അത് ഒരു ആൻഡ് ഓൾ ക്യാരക്ടേഴ്സ് அந்த പാട്ടിൽ ഉണ്ട്. ഓൾ 3 ഫീമെയിൽ 5 പേരും ഉണ്ട്. സോ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മറ്റന്നാളുള്ള എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഗിരീഷിന് ഇവിടെ സെൻഡ് ഗിരീഷ്. അപ്പോൾ ഗിരീഷ് കാലയിൽ എത്തി, അപ്പോൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്തു. പാട്ട് റെഡിയായില്ല, പിന്നെ വായിക്കുന്ന ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ കാലയിൽ 7 മണി തൊട്ട് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഐഡിയ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം വന്ന ഐഡിയ ആണ് ശിവശംഭോ. അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഗിരീഷ് നമുക്ക് ശിവശംഭോ വെച്ച് പിടിക്കാം. പക്ഷേ ശിവശംഭോ പാട്ടിൻ്റെ തുടക്കമല്ല, അതൊരു ഹുക്ക് ലൈൻ പോലെയാണ്. ഇത് വെച്ച് തുടങ്ങാം നമുക്ക് പാട്ട് എന്നാണ്. ഓ ഗിരീഷ് ഏത് പറഞ്ഞാൽ ഓന്ന് പറയും, ഒരു മുറുക്കാൻ ഇട്ടിട്ടാകണം ശരി. അപ്പോൾ അത് ചെയ്തു ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഒരു ചെറിയ സെമി ക്ലാസിക്കൽ ചെയ്യാം, ലൈക്ക് ഓൾഡ് ഡ്രാമ സോങ് പോലെ. ഇപ്പോൾ തമിഴിലൊക്കെ ഡ്രാമ സോങ്സ് ഉണ്ട്, അതുപോലത്തെ ഞാൻ ട്രൈ ചെയ്യാമെന്ന്. അത് ട്രൈ ചെയ്തത് അതാണ്. സോ ദ ക്രെഡിറ്റ് ഷുഡ് ഓൾസോ ബി ഗിവൻ ടു ഗിരീഷ്. അടിപൊളി. ഗിരീഷ് ഏട്ടനുമായിട്ട് ശരിക്കും സാറ് തുടങ്ങുന്നത് തങ്കത്തിങ്കൾ കിളിയായി കുറുക തരത്തുവൽ മെനയാം. അത് ഭയങ്കര രസമുള്ള പാട്ടാ. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ വിട്ടുപോയൊരു പാട്ടാണ്. ആളുകൾക്ക് ചോദിച്ചിരിക്കുന്നു അടിയിൽ കമന്റ്, ഇതെന്താ ചോദിക്കാത്തത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗിരീഷേട്ടൻ ഇതിനകത്ത് ചൂളമടിച്ച് കറങ്ങി നടക്കും, സമദൻ ബെത്ലഹേമിൽ ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന്റെ കല്യാണം എന്ന് പറയുന്ന പാട്ടും എത്രയോ ജന്മമായെന്നുള്ള സുജാത ചേച്ചിയുടെ എവർഗ്രീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ വിദ്യാസാഗർ സാർ കൊടുത്ത ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്രയോ ജന്മമായെന്നാണ്. ആ എത്രയോ ജന്മമായി സാർ ആദ്യം ആ ടോൺ തന്നെയാണ് ഫിക്സ് ചെയ്തത്? എങ്ങനെയാണ് എത്രയോ ജന്മമായി വന്നതെന്ന് പറയൂ. അത് അസാധ്യമല്ല. എത്രയോ ജന്മമായി ആദ്യം ആ ട്യൂൺ കമ്പോസ് ചെയ്തത് സിബി സാറിന്റെ ഒരു തമിഴ് പടത്തിന് വേണ്ടിയാണ്. ആദ്യം ഞങ്ങൾക്ക് ഈ പടമല്ല, ഇതിന് മുമ്പോട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 8-9 months ബിഫോർ മുമ്പോട്ട് നമുക്ക് സിബി സാറിന്റെ ഒരു തമിഴ് പടം, ആ പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണ് ആ പാട്ട്. പിന്നെ ഏതോ പല കാരണങ്ങൾ ആ പടം നടന്നില്ല. അപ്പോൾ സിബി സാർ അത് വിട്ടു. അപ്പോൾ ഈ പടം ചെയ്യുമ്പോൾ അപ്പോൾ സിബി സാർ ഹി റിക്കലക്റ്റഡ്. അവർ പറഞ്ഞു പിന്നെ നമുക്ക് അങ്ങനെ ഒരു പാട്ട് ട്യൂൺ ഉണ്ടല്ലോ, നമുക്ക് ആ പാട്ട് ചെയ്യാം. സോ ആ ട്യൂൺ അങ്ങനെ ചെയ്തു. അതുകൂടെ ഒന്ന് പ്ലേ അവസരം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ, എത്രയോ നിന്നെ ഞാൻ തേടുന്നു. സാർ ഇപ്പോൾ ദേവദൂതൻ ചെയ്യുന്ന സമയത്ത് കൈതപ്രത്തെയാണ് കൂട്ടുപിടിച്ചത്. അപ്പൊ കൈതപ്രമായിട്ടാണ് അഴകിരാവണൻ തുടങ്ങുന്നത്. എന്റെ ആദ്യത്തെ പടം അതെ തിരുമേനിയാണ് എഴുതിയത്. വെണ്ണിലാ ചന്ദനക്കിണ്ണം മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കില്ല. അത് ലോക മലയാളികളെല്ലാം അവരുടെ പാട്ടായിട്ട് കരുതുന്ന നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പാട്ടാണ് വെണ്ണിലാ ചന്ദനക്കിണ്ണം. പക്ഷേ ഈ നമ്മുടെ ദേവദൂതനിലേക്ക് എത്തുമ്പോൾ ദേവദൂതൻ ടോപ്പ് ഹിറ്റാണ്. ഇപ്പോ തിരുമേനിയെ പറ്റി ഞാൻ പറയണം എത്രത്തോളം ഗിരീഷ്. അപ്പോൾ ഗിരീഷും ഞാനും ചെയ്തത് ഒരുപാട് ഗാനങ്ങൾ, എല്ലാം ഹിറ്റ് ഗാനങ്ങളാണ്, ആൻഡ് എല്ലാം പ്രണയ ഗാനങ്ങളാണ്. അപ്പോൾ തിരുമേനിയോട് എഴുതിയത് പിന്നെ ആദ്യത്തെ പടം ഇപ്പോൾ വെണ്ണിലാ ചന്ദനക്കിണ്ണം വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് തുടങ്ങിയത് തിരുമേനിയോടാണ്. ഐ മീൻ ഐ തിങ്ക് വൺ ഓഫ് ദി ഫൈനസ്റ്റ്
റൈറ്റേഴ്സ് അല്ലേ? ഈ കോക്കസ് ഫിലിംസിൽ ഒരു അടിപൊളി പാട്ടെന്ന് പറയുന്നത് അടിപൊളി എന്നുള്ള അർത്ഥത്തിലില്ല, സൂര്യനായി തഴുകി ഉണർത്തും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്ന പാട്ട്. പിന്നെ ഇല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ വെണ്ണിലാ ചന്ദ്രകിരണം, പിന്നെ വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ്, സൂര്യനായി ഇത്, அதுக்கப்புறம் வந்து வாட் வாஸ் தி அதர் சாங், கரளையன் என் கைப்பிடிச்சான். പിന്നെ ആ പടത്തിലെ എല്ലാ പാട്ടും. ആൻഡ് ഐ മീൻ ഈസ് ആൻ അമേസിങ്. ഐ ഹാവ് ലോട്ട് ഓഫ് ഡീപ്പ് റെസ്പെക്ട് ഫോർ തിരുമേനി. തിരുമേനിക്ക് വേണ്ടിയിട്ട് കരളയിൽ നിന്ന് കൈപിടിച്ചാൽ എന്തായാലും സാർ പാടി കേട്ടില്ല. ഞാനന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ പാടി കേട്ടില്ല. ഇപ്പൊ എല്ലാ പാട്ടും പാടി. അങ്ങനെയല്ല സാറേ, ആ ഹമ്മിങ് വേണം സാറേ, ഹമ്മിങ് വേണം. Once I start singing high, my bass voice will go away. I can sing high. അതോടെ ശ്രുതി ഇവിടെ ആ ബേസ് പോവും. ആദ്യം ഹമ്മിങ് പാടാതിരുന്ന് അത് പാടാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹമ്മിങ് കേട്ടു. അല്ല, ഹമ്മിങ് ആണ് ഭയങ്കര. തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞിരുന്നു അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പാടാം. ബട്ട് ഇത് വൺസ് ഇറ്റ് കംസ് ഇവ കണ്ണിൽ തിരിച്ച് പിടിക്കാൻ വലിയ പാടായിരിക്കും. സോറി, ഞാൻ ഈ കോക്കസ് ഫിലിംസിന്റെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. മറവുത്തറു കനവില് ഈ ഭക്തിഗാനത്തിന്റെ ശ്രേണിയിൽ ഇപ്പോഴും ആഘോഷിക്കുന്ന പാട്ടാണ് കരുണാമയനെ കാവിൽ വിളക്കെ കനിവിൻ നാളമേ ആശ്വരരാഗം ഞങ്ങളെ അങ്ങിൽ ചേർക്കണേ എന്ന് പറയുന്നത്. അത് എന്താ വെച്ചാല് നമ്മൾ ഏത് ജോണറിൽ പോയാലും സാറിനെ ഇട്ട് കഴിഞ്ഞാൽ 4 കാലിലേ വീഴുള്ളൂ. ഏത് ജോണർ കൈകാര്യം ചെയ്താൽ എല്ലാത്തിലും ഒരു മെലഡി ഉണ്ടാവും. ഇപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോഴും ഒക്കെ സാറിൻ്റെ ഗായകരൊക്കെ ആ രീതിയിലാണ് അത് ചെയ്യുക. പക്ഷെ അതിനകത്തൊരു മെലോഡിയസ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. ഇത് നിർബന്ധമാണോ സാറിൻ്റെ ഉള്ളിൽ അങ്ങനെ മെലഡി അങ്ങ് ലയിച്ച് ചേർന്ന് പോയോ? അതെന്താണ്? ലയിച്ച് ചേർന്ന് പോയി. പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് യു കാൻ ഡു വിത്തൗട്ട് മെലഡി. ഫസ്റ്റ് പോയിന്റ്. അത് ഏത് പാട്ട്, ഐ മീൻ വാട്ട് എവർ സോങ് ഇറ്റ് ഇസ്. ഇപ്പം ഈ പടത്തിൽ തന്നെ നമുക്ക് 2024 നമ്മൾക്ക് റിലീസ് ആവുന്ന ഈ പടം നിങ്ങൾ പറയുന്നത് 99 അല്ലേ? 24 ഈ പടത്തിലെടുത്താലും അതേപോലെ ദി മെലഡി കണ്ടന്റ് അത് അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ടു ദി ഓഡിയൻസ്, இன்னைக்கு இருக்கிற ജനറേഷൻ the way it is presented is changed. അത്രയേ ഉള്ളൂ. Still the melody still remains the same. പാട്ട് the soul അങ്ങനെ ഉണ്ട്. അതൊന്നും there's no change. പിന്നെ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ യു സിങ് ഓൺലി ദ സോങ് വിത്ത് ദ ലിറിക്. ആ ഈണമും ആ ലിറിക് ആ പാട്ടായിട്ടല്ലേ പാടും. പിന്നെ പക്കത്തിൽ വാദ്യങ്ങളൊക്കെ ഇല്ലാതല്ലേ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഉപകരണങ്ങളാണ്. ലൈക്ക് ദേ ജസ്റ്റ് ഹെൽപ്പ് ടു എൻഹാൻസ് ഓർ ദി പ്രസൻറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബട്ട് പാട്ടായിട്ട് മനസ്സിൽ നിൽക്കുന്നത് ആ ഈണവും ആ കവിതയും അതാണ്. സാറിൻ്റെ മ്യൂസിക്കിൻ്റെ ഉള്ളിൽ ഈ കവിത വരുമ്പോൾ ഏതാണ് പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളേക്ക് ആദ്യം ആകർഷിക്കുന്നത് മ്യൂസിക്കാണ്. അപ്പം നമ്മളതുകൊണ്ടാണ് ലിറിക്സ് ശ്രദ്ധിക്കുന്നത്. സാറ് ആ ലിറിക്സിനെ കേൾക്കാൻ പാകത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനെ എൻഹാൻസ് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷേ ഇതിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഈ വരികൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. സാറിൻ്റെ എല്ലാ പാട്ടിലെയും വരികൾ സ്പഷ്ടമാണ്. അത് അങ്ങനെ തന്നെ ഏത് മൂഡാണോ വേണ്ടത് ആ മൂഡിനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ടിലും ഇതെല്ലാം നമ്മൾ കേട്ടതാണ്, ഒന്നും ബാക്കിൽ നിർത്തിയിട്ടില്ല. ഇപ്പോൾ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിൽ വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങി പൗർണമി എന്ന് പറയുന്ന പാട്ട്, ആ വിണ്ണിലെ പൊയ്കയിൽ നമ്മൾ കൃത്യമായി കേൾക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ആ മ്യൂസിക് ട്രെയിൻ വരുന്ന ആ സാധനത്തിൻ്റെ ഭാഗമായിട്ട് അതിനിടയിൽ ആ പടത്തില് സുവന്നല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. അല്ല, ഈ ബിറ്റുകളൊക്കെ ഈ പാട്ടിന് ഇന്നും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന
വിഷയങ്ങളാണ്. ഉം, ഉം. ഇപ്പോൾ പല്ലവിയുണ്ട്, അനുപല്ലവി, വേറെ നമുക്ക് ചരണമുണ്ട്. ഇതാണ് ഫോമാറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ ഇൻ്റർലൂഡ് മ്യൂസിക് ഒക്കെ അതുപോലെ ഈ പാട്ട് പോലെ തന്നെ ഇന്നും ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വിഷയങ്ങളാണ് ഈ ഇൻ്റർലൂഡ്സ്. അപ്പോൾ ഈ ഇൻ്റർലൂഡ്സിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇന്നും കൗതുകം കൂടുന്നുണ്ട്. ആ പാട്ടിനെ കേൾക്കണം, ഇത് എന്താണ് ഇത് ഡിഫറെൻ്റ് ആയിട്ട് ഈ പാട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതോ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നോട്ട് ഔട്ട് ഓഫ് ദി വേ, ആ പാട്ടിലൂടെ ചേരുന്ന വഴിയിലാണ് അത് ഉള്ളത്. ഇപ്പോൾ സാറ് ബീജിയം വർക്ക് ചെയ്യുമ്പോഴും ലൈക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സാർ നമുക്ക് ഏകദേശം അറിയാം സാറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ. പക്ഷേ സാർ വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന കുറേ നമ്മൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെ ഇവിടെ ഒക്കെ ആഡ് ചെയ്ത് ശരിക്കും നമ്മളെയൊക്കെ വാവ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്തിക്കുന്ന കുറേ സാധനങ്ങൾ. ഈവൻ മാരിവില്ലും ഐ തിങ്ക് ദറ്റ് ആ പൊറോട്ട റാപ്പ് സോങ്, ഒരു പൊറോട്ട റാപ്പ് സോങ് ഉണ്ട്, അതൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ഈ സാറിന്റെ തന്നെ സ്പെഷ്യൽ, അല്ലെങ്കിൽ സാറിനെ കൊണ്ട് മാത്രം പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ ബിറ്റ്സിൽ സാർ ആഡ് ചെയ്ത് തരുന്നത്. ഈ കോക്കസ് ഫിലിംസിന് വേണ്ടി എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ധാരണയില്ല. 5ഓളം പടങ്ങളാണ് എന്റെ അതെ മനസ്സിലായത്. അതെ സാർ, എനിക്ക് തോന്നുന്നു നമ്മള് ഒരു മറവത്തൂർ കനവില് മുതലുള്ള പടങ്ങളൊക്കെ സാർ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപൂർവരാഗം വരെ എനിക്ക് അതെ 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 അപൂർവര. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പറയാമോ നമ്മുടെ കോക്കസ് ഫിലിംസിലെ? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ദേവദൂതനിലെ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ആ ഫസ്റ്റ് സിംഫണി ആണ് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. സമ്മറിലെ പാട്ടുകൾ ഇഷ്ടമാണ്, മറവത്തൂരിലെ. സാറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാല് ഏതോ ഒരു ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എല്ലാ പാട്ടുകളും അതെ ഹിറ്റിന്റെ മാത്രല്ല, ഇതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഇപ്പൊ മാരിവില്ലിന്റെ സോങ്സ് ആണെങ്കിലും ഞങ്ങൾ സെറ്റിൽ പറയാറുണ്ട്, ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടാണ് എല്ലാവരുടെയും ഫേവററ്റ്, അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത പാട്ടാണ് ഫേവററ്റ്. അപ്പൊ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഈ പറയുന്ന പോലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് എന്താ പറയാ, ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ ചൂസ് ചെയ്യാൻ പാടാണ്. കാർത്തികിനെ പാടിപ്പിച്ചിട്ടുണ്ട്. കാർത്തിക് മൂളിപ്പാട്ടും മൂളി മുട്ടിപ്പോണരും കാറ്റ് മുമ്പത്തെക്കാളും സുന്ദരം എന്ന് പറയുന്നത്, അത് ഭയങ്കര രസമുള്ള ഹമ്മിങ് ആണ്. എനിക്ക് തോന്നുന്നു ആ മൂളൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പാട്ട് കേൾക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ ഒരു ഒരു ഞങ്ങളെയൊക്കെ ഹുക്ക് ചെയ്യുന്ന ഒരു സാധനം അതിനകത്ത് ഇട്ടിരിക്കും. സാർ ശരിക്കും മലയാളിയുടെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ പാട്ടുകളിലും ഒരു മലയാളിത്തമുണ്ട്. മലയാളിത്തത്തെ കുറിച്ച് എത്ര ചോദിച്ചാലും സാറ് പറയും അത് എങ്ങനെ വന്നു പോയതാണെന്ന് പറയും. അതാണ് സത്യം, അത് ഉറപ്പാണ്. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയം, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ബിക്കോസ് ഇത് ഈ പാട്ടെന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഇതുവരെ കോക്കസ് ഫിലിംസ് ഇതുപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പടം അടുത്ത സിറ്റുവേഷൻ പറയുമ്പോൾ വേറെ പാട്ട് വരും. പക്ഷെ അത് എനിക്ക് മറ്റുമില്ല, എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് വരുന്നത്, അത് ദാറ്റ്സ് എ ഗിഫ്റ്റ്. ആരാരും കാണാതെ ആരോമൽ ടൈം പിന്നെയും പൂവിടും, ഇത് ഞങ്ങളുടെ പാട്ടാണ്. ഞങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട് തന്നെയാണ്. സാറിന്റെ പാട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. അതെ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആരോ കമഴ്ത്തി വെച്ച റോട്ടൂരിൽ പോലെ ആകാശത്താവണി തിങ്കൾ എന്ന് പറയുന്നത് ടിറ്റോ ഞങ്ങളുടെ പാട്ടാണ്. ഇത് എങ്ങനെ സാർ അടിച്ചു മാറ്റിയെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് ഭയങ്കര ഒരു സാധനമാണ്. സാറിന്റെ ഓണപ്പാട്ടുകൾ നമ്മൾ ഒത്തിരി സംസാരിച്ചാലും തീരാത്ത ഓണപ്പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിലൊക്കെയുള്ള മ്യൂസിക്കൊക്കെയാണ് നമ്മൾ ഓണം വരുന്നതുമായി ബന്ധപ്പെട്ട് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി അതിന്റെ ഇത് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓണം വന്നു എന്ന് കൃത്യം. അതായത് ഞങ്ങളുടെ ഓണവും കൊണ്ടുവരുന്നത് സാറാണെന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ അന്യ ഭാഷയിലെ ഗായകരെ ഉപയോഗിച്ചിരിക്കുന്നത് സാർ ഭയങ്കര രസമായിട്ടാണ്. മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം. വാക്കുകൾ ശരിയല്ലെങ്കിലും നമുക്ക് ആ പാട്ട് തന്നിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അത് ദിലീപിൻ്റെ പല സിനിമകൾ ഇപ്പോൾ CD മൂസയിലും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കോമിക് സ്റ്റൈലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ കോമിക് ഒക്കെ ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സ് അതേപോലെ കൊച്ചാവോ? സാറ് പഴയ കാർട്ടൂണൊക്കെ ഓർക്കുമോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ എന്താ പറയുക, ഇന്നും ഒരു ഉസിരോട് ചെയ്യും ആ പാട്ടുകൾ ചെയ്യുമ്പോൾ. ലൈക്ക് ഇപ്പോൾ CD മൂസ സോങ്സ് എല്ലാം ചെയ്യുമ്പോൾ ആ പടത്തിലെ പാട്ടുകൾ വളരെ കൺഫ്യൂഷനാണ് ആദ്യം. ബിക്കോസ് അതിൽ 4 പാട്ട് അവർ പറഞ്ഞു. ആദ്യം പറഞ്ഞത് 4 സോങ്സാണ്. അപ്പോൾ ഫസ്റ്റ് സോങ്
പോലീസ് ഹീറോനെ ചേസ് ചെയ്യും, ഓ രണ്ടാമത് പാട്ട് വില്ലൻ ഹീറോவை ചേസ് ഓ ചെയ്യും, മൂന്നാമത് പാട്ട് പോലീസും വില്ലനും ചേർന്നിട്ട് ഹീറോவை ചേസ് ചെയ്യും. അപ്പോൾ എല്ലാം ഒരു, ഞാൻ പറഞ്ഞു എല്ലാം ഒരു പാട്ട് തന്നെ. ഒരു പാട്ടിട്ട പിന്നെ അതിന്, ബട്ട് വി ട്രൈഡ് ഡിഫറെൻറ്റ് സോങ്സ് ഫോർ ഓൾ ദി സിറ്റുവേഷൻ. അപ്പോൾ അതിൽ എല്ലാവർക്കും പിടിച്ചത് കാടിറങ്ങി ഓടി വരും ഒരു മൂടനായി കാട്ട്. അടിപൊളിയാ അത്. அதுவும் கிளாசிக்கலான അതെ അതെ. அது நல்ல ஒரு கல்யாணியில பண்ண ஒரு பாட்டு. ஆல் எக்ஸ்பெரிமெண்ட்ஸ் ആണ് ബേസിക്കലി, നിറയെ എക്സ്പെരിമെന്റ്സ്. അവ ഇതൊക്കെ മുമ്പോട്ട് പറഞ്ഞ ഈ രാരവേണു എല്ലാമേ ഈ പാട്ടുകളൊക്കെ എല്ലാം എക്സ്പെരിമെന്റൽ സോങ്സ് ആണ്. ഈശ്വരൻ്റെ ഒരു കടാക്ഷം. എവറി സോങ് വർക്ക്ഡ് വെൽ വിത്ത് ദ ഫിലിം. ഇറ്റ് ഹെൽപ് ദ ഫിലിം ആൻഡ് ഇറ്റ് സ്റ്റേഡ് വിത്ത് ദി ഓഡിയൻസ്. ദേ ലൈക്ഡ് ഇറ്റ്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട്, അതായത് ഈ പാട്ടിൻ്റെ അർത്ഥം ശരിക്കും അറിഞ്ഞിട്ടാണോ മ്യൂസിക് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത് ചെമ്പരത്തല്ലേ എന്ന് ചോദിക്കുന്നതിൽ മാറിലെ മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥം ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഗിരീഷേട്ടൻ ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട്? അത് പറയണ്ട, നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. സാർ എഴുതുന്ന ആളാണ്. അല്ല, എനിക്കത് വായിക്കാൻ, മലയാളം എഴുതാനും വായിക്കാനും എനിക്ക് ഐ ഡോണ്ട് നോ ടു റീഡ്, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഏത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. സർ ബേസിക്കലി ഇമോഷൻസിനെ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അതായത് സാറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് മോർ ദൻ വേർഡ്സ്, സാറിന് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് ഈ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കഴിവില്ലേ, അത് ഭയങ്കരമായിട്ട് സാറ് ഗിഫ്റ്റഡ് ആണ്. അല്ല, സാർ കവിയാണ്, പക്ഷേ സാറ് തമിഴിലാണല്ലോ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മലയാളിയുടെ കവിതകൾ അസാധ്യമായിട്ട് സാറ് മനസ്സിലാക്കുന്നു. സാറ് മലയാളത്തിലെ കവിയാണെന്നാണ് ഞാൻ സാറിന് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഹി ഡസന്റ് ഹാവ് എ ലാംഗ്വേജ് ഫോർ ദാറ്റ് മാറ്റർ. മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ല സാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. സാർ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ പാടിയെങ്കിലും നമുക്ക് ഇവിടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയ പല പാട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൽ ഹരിശങ്കർ പാടി വാനം ചായും തീരം താരാട്ടും എന്നുള്ള പാട്ട് ഈ ഹരിശങ്കറിന്റെ പാട്ടുകളിലോ ഇല്ലെങ്കിൽ യുവാക്കളുടെ പാട്ട് പ്ലേലിസ്റ്റിൽ കയറി പറ്റിയ പാട്ടാണ്, ആവർത്തിച്ച് കാണുന്നത്. അപ്പോൾ വിദ്യാസാഗർ എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ മുതൽ എന്ന് മുതൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ 96 ആണെന്ന് തോന്നുന്നു തുടക്കം. ഇപ്പോഴും ഞങ്ങളുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് പാട്ടുകൾ പ്ലേലിസ്റ്റിലേക്ക് വരാനുണ്ട്. പക്ഷെ സാറിൻ്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ സാർ കേട്ടിട്ടുള്ളത്? ഇപ്പോൾ ഇല്ലെങ്കിൽ 5 സോങ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും സാറേ? ഇപ്പോൾ പിന്നെയും പറയാം സാർ, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കാം, അത് ഞാൻ ഊഹിക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. സാർ ഒരു 5 പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ റെസ്പോൺസ് കിട്ടിയെന്നോ സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട്? അല്ല, അങ്ങനെ ഓൾ സോങ്സ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ അതിൽ വ്യത്യാസപ്പെടുത്തി ഞാൻ ഈ പാട്ടാണ് ആ പാട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ. എൻ്റെ ഫസ്റ്റ് സോങ് വെണ്ണിലാ ചന്ദനക്കിண்ண. പിന്നെയും எனக்கு பிடிச்சது வந்து എന്തൊരു മഹാനുഭാവം മറന്നിട്ടും എന്തിനോ മനസ്സിൽ തെളിയുന്നു. ചുമ്മാ എവിടെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. അടിപൊളി. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഈ പ്ലേലിസ്റ്റിൽ പുതിയ ഒരുപാട് പരീക്ഷണങ്ങൾ, പാട്ടുകൾ ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ മാരിവില്ലൻ ഗോപുരങ്ങളിലെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകളെ പോലെ തന്നെ കുറേ കളർഫുൾ പാട്ടുകൾ ഞങ്ങൾക്ക് ഇനിയും കിട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടം സക്സസ് ആവട്ടെ സാർ. നന്ദിയുണ്ട് സംസാരിക്കുന്നു. ഒരു ഹഗ് ഞാൻ ചോദിച്ചിരുന്നു, ഹഗ് കൂടെ തരണം. ഹഗ് തന്നിട്ടേ പോകാൻ സമ്മതിക്കും. എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ ഈ ഹഗ് ഏറ്റുവാങ്ങിയാണ് സാർ. ഇത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. രണ്ടാമത് സാറിനെ വീണ്ടും കാണാൻ പറ്റിയത്. നന്ദിയുണ്ട്. താങ്ക് യു.